മക്കളുടെ വയറു നിറഞ്ഞാലേ അച്ഛനമ്മമാരുടെ വയറും മനസ്സും നിറയൂ. മക്കളുടെ വയറു നിറഞ്ഞാലേ അച്ഛനമ്മമാരുടെ മനസ്സു നിറയൂ. അവരുടെ മുഖത്തെ സന്തോഷവും കളിച്ചിരികളും കാണാനാണ് ഓരോ അച്ഛനമ്മമാരും കഷ്ടപ്പെടുന്നതും അവരെ വളർത്തുന്നതുമെല്ലാം. എന്നാൽ ദാമ്പത്യ പ്രശ്നങ്ങൾക്കിടയിൽ വച്ച് അമ്മാനമാടി കളിക്കാൻ ആ മക്കളെ ഉപയോഗിക്കുന്നവരെ മനുഷ്യരെന്ന് പോലും പറയാൻ കഴിയില്ല. അതുപോലൊരു ക്രൂരയായ അമ്മയുടെ മുഖമാണ് ഇന്നലെ പുറത്തു വന്നത്. കണ്ണൂർ രാമന്തളിയിൽ 2 മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്ത കലാധരനും അമ്മ ഉഷയും ഒടുവിൽ ജീവിതം അവസാനിപ്പിച്ചത് കലാധരന്റെ ഭാര്യയായിരുന്നവളുടെ മനസാക്ഷി തൊട്ടുതീണ്ടാത്ത സ്വഭാവം കൊണ്ടായിരുന്നു. കോടതിയിൽ കലാധരനും നയൻതാരയും തമ്മിലുള്ള വിവാഹമോചന കേസ് നടക്കവെയാണ് മക്കളെ 6 ദിവസം അമ്മയ്ക്കരികിലും 1 ദിവസം അച്ഛനരികിലും നിർത്താൻ ഉത്തരവായത്. എന്നാൽ മക്കൾ അതിന് തയ്യാറായിരുന്നില്ല. അമ്മയുടെ വീട്ടിലേക്ക് സ്നേഹം ഭാവിച്ച് 5ഉം 2ഉം വയസ്സുള്ള മകൾ ഹിമയെയും മകൻ കണ്ണനെയും കൊണ്ടുപോകുമായിരുന്നുവെങ്കിലും അവിടെ എത്തിയാൽ നയൻതാരയുടെ സ്വഭാവവും പെരുമാറ്റവും ആകെ മാറുമായിരുന്നു. കുട്ടികൾക്ക് കഴിക്കാൻ പോലും ഭക്ഷണം കൊടുക്കുമായിരുന്നില്ല. മിക്കവാറും ദിവസങ്ങളിൽ പട്ടിണിയായിരുന്ന ആ കുഞ്ഞുങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസം അച്ഛനരികിലേക്ക് എത്തുമ്പോഴാണ് മനസ്സും വയറും നിറച്ച് ആഹാരം കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചമ്മയ്ക്കരികിലേക്ക് പോകുവാൻ പോലും ആ കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഇതോടെയാണ് ബലം പ്രയോഗിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ നയൻതാര ശ്രമം നടത്തിയത്. അതും സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനെതിരെ പോക്സോ കേസ് വരെ നൽകി. അങ്ങനെ ഉണ്ണികൃഷ്ണന് വീട് മാറി താമസിക്കേണ്ട അവസ്ഥ വരെ വന്നു. അച്ചാച്ചന്റെ നെഞ്ചിലെ ചൂടുപറ്റി ഉറങ്ങിയ ആ കുഞ്ഞുങ്ങളെ മനസ്സില്ലാ മനസ്സോടെയാണ് ഉണ്ണികൃഷ്ണൻ വിട്ടുപിരിഞ്ഞതും. എന്നാൽ അപ്പോഴും പകയടങ്ങാതിരുന്ന നയൻതാര പോലീസ് മാർഗം കുഞ്ഞുങ്ങളെ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള ഉത്തരവ് നേടുകയും ഇക്കാര്യം ഉണ്ണികൃഷ്ണനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആ വിവരം ഉണ്ണികൃഷ്ണൻ മകനെയും അറിയിച്ചു. തുടർന്നാണ് ഞായറാഴ്ച രാത്രിയോടെ കലാധരനും അമ്മയും 2 മക്കളും ജീവൻ ഒടുക്കിയത്. അമ്മയെയും മകനെയും വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണൻ തിരക്കിയെത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ അടഞ്ഞുകിടന്നതും സിറ്റൗട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതും. അദ്ദേഹം ഉടൻ തന്നെ ഈ കത്ത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി വീടിന്റെ വാതിൽ തകർത്താണ് ഉള്ളിൽ പ്രവേശിച്ചത്. അപ്പോഴാണ് കലാധരനും അമ്മ ഉഷയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ തറയിൽ കിടക്കുന്ന നിലയിലും കണ്ടത്. 2018 കലാധരനും നയൻതാരയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. വിവാഹശേഷം സമാധാനം എന്തെന്നറിയാത്ത ജീവിതമായിരുന്നു ഇവരുടേത്. ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകളും കുടുംബകലഹവും മനസമാധാനം തകർത്തപ്പോൾ 2 മക്കളെയും അത് ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയത്. അതേസമയം കലാധരന്റെ ബന്ധുക്കൾ നയൻതാരയ്ക്കും വീട്ടുകാർക്കുമെതിരെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് കൂട്ടമരണം നടന്നത്. ദുരന്തമറിഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് ബന്ധുക്കളായ സ്ത്രീകൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.